30 മിനിറ്റിൽ, അതെ വെറും 30 മിനിറ്റിൽ ഒരു സിംഗിൾ പാനിൽ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുത്താലോ. ഇതുകൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് കഴിക്കുകയും ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ പാത്രം അധികം കഴുകാനും ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് തീ കത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് മൈദ, കൊക്കോ പൗഡർ, ഷുഗർ, അതേപോലെ തന്നെ വനില എസൻസ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കുറച്ച് പാല്, അതേപോലെ തന്നെ ഓയിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാവേ. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് അടുപ്പിൽ വെച്ചിട്ട് എന്താക്കാം, നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, അപ്പോഴേക്ക് ഇത് സെറ്റായി കിട്ടുവേ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് കൊക്കോ പൗഡർ, ഷുഗർ, മൈദ, അതേപോലെ തന്നെ വനില എക്സ്ട്രാക്റ്റ്, പാല് എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീ കത്തിക്കും മുന്നെയാണ് ഇതൊക്കെ മിക്സ് ചെയ്യേണ്ടത്. അതിനുശേഷം തീ കത്തിച്ചിട്ട് ഇത് നന്നായിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്ക് ഇതേ നമ്മൾ കേക്ക് സെറ്റായിട്ടുണ്ട്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി എന്താക്കാം, നമ്മൾ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഗണേഷ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ചോക്കോ ചിപ്സ് ഓപ്ഷണലാണ്, ബട്ട് ചോക്ലേറ്റ് ഗണേഷ് മസ്റ്റ് ആയിട്ട്. അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സാക്റ്റ് ഒരു 30 മിനിറ്റ്സിലാണ് ഇത് റെഡിയാക്കി ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്യുക.